ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഈ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് 4 മണിക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ചായൻ്റെ കൂടെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള വെറും 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് 150 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ ഇതുപോലെ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കബാബിനൊക്കെ ആക്കുന്നത് പോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ചോപ്പർ തന്നെ വേണമെന്നില്ല, മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ടും ഒന്ന് ചതച്ചെടുത്താൽ മതി. നമ്മളെ കബാബിനൊക്കെ ഒന്ന് നമ്മൾ ഇതാക്കി എടുക്കുന്നില്ല, ചതച്ചെടുക്കുന്നില്ല, അതേ പരുവത്തിൽ ഒന്നാക്കിയെടുക്കുക. അപ്പം ഞാൻ ഇത് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 3/4 ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, 1/2 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്, 1/2 ടീസ്പൂണ് ഗരം മസാല പൊടി ഇട്ടിട്ടുണ്ട്, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ 1 ടീസ്പൂണ് തന്തൂരി മസാലയും 1 ടേബിൾ സ്പൂണ് വിനാഗിരും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത് കേട്ടോ. മസാല എല്ലായിടത്തും ഈ ചിക്കനിലൊക്കെ എത്തുന്ന വിധത്തിൽ ഒന്ന് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക, ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അത് സ്പൂണുകൊണ്ടോ കൈ കൊണ്ടോ നിങ്ങൾക്ക് എന്താണ് എളുപ്പം അതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഞാൻ ഇപ്പോൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. എന്നിട്ട് ഇതുപോലെ ഒരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ആദ്യമൊക്കെ ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല, കുറച്ച് ക്വാണ്ടിറ്റിയിലല്ലോ. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ചൊന്ന് ഇളക്കി ഒരു 2-3 മിനിറ്റ് ഇളക്കിയതിന് ശേഷം മീഡിയം ലോ ഫ്ലെയിമിൽ സ്റ്റവ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. ഈ ചിക്കൻ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ചിക്കൻ ഒന്ന് പെട്ടെന്ന് കുക്കാകാനും വേണ്ടിയിട്ടാണ് അടച്ച് വെക്കുന്നത്. അതുപോലെ നമ്മൾ ഇതൊന്ന് ചതച്ചെടുത്തുകൊണ്ട് എല്ലില്ലാത്ത ചിക്കനല്ല പെട്ടെന്ന് കുക്കായി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മസാലപ്പൊടികൾ ഇടുന്ന സമയത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഞാൻ ഈ ടൈമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 സവാള കൊത്തി അരിഞ്ഞതും 1 ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ അതൊന്ന് വെന്ത് വരുമൊന്നും ചെയ്യണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ സവാളയും പിന്നെ ക്യാപ്സിക്കനൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. അതിന് ശേഷം ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയും 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് തന്തൂരി മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നന്നായി ഇളക്കി പച്ചക്കുത്ത് മാറിയതിന് ശേഷം ഒരു പിടി മല്ലിയില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല തന്തൂരി ഫ്ലേവറുള്ള അടിപൊളി മസാലയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്തൊന്ന് സ്മോക്കിങ് ചെയ്തെടുക്കാം. ഞാൻ ചെയ്യുന്നില്ല, അങ്ങനെ ചെയ്താൽ ടേസ്റ്റ് ഒന്നും കൂടി കൂടും കേട്ടോ. അതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് 2 മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പിടി മല്ലിയിലും 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. ബ്ലെൻഡ് ചെയ്ത മിക്സിയിലേക്ക് നമ്മൾ 3 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക, വേണമെങ്കിൽ ഒലിവ് ഓയിലും ചേർത്ത് കൊടുക്കുക. അതേതാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് മൈദ 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ ഒരു ലൂസിലാണ് കേട്ടോ ഉണ്ടാവുക. അധികം ടൈറ്റും അല്ല അധികം ലൂസും അല്ലാത്തൊരു പരുവത്തിലാണ് ഉണ്ടാവുക. പിന്നെ നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായിട്ടാകുമ്പോൾ അടിയിലൊരു പഴയ അടപ്പോ പഴയ പാനോ വെച്ചിട്ട് നമ്മൾ ഈ ചൂടായ പാൻ വെച്ച് കൊടുത്തിട്ട് ഗീയോ ഓയിലോ എന്താണ് ഒലിവ് ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം നിങ്ങളെ പാൻ വലുതാണെങ്കിൽ കുറേ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ആകെ ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ മസാല വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അടിയിലൊരു പഴയ അടപ്പോ പാനോ എന്തെങ്കിലും വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കുക്കാകുമ്പോഴൊക്കെ അടിക്കരിഞ്ഞ് പോകും കേട്ടോ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തന്തൂരി പോലെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ എല്ലാ പോളയും ചുട്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് മയോണൈസ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. മയോണൈസും കൂട്ടിയിട്ട് ഈ തന്തൂരി പോള കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഞങ്ങളെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഉറപ്പായിട്ട് ഇഷ്ടമാകും. ഷവർമ്മയൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് നല്ലോണം ഇഷ്ടപ്പെടും. അപ്പോൾ ഷവർമ്മൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ പോളക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വേണ്ടപ്പോഴാണ്. പുതിയൊരു റെസിപ്പിയായി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ. ബൈ ബൈ.